ഭാഗ്യം അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വന്നിരിക്കും. അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ. ഉറക്കപ്പറ അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ. അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ. അള്ളാഹു ഞങ്ങൾക്ക് ഭാഗ്യം വരാൻ ലോട്ടറിയേക്കാൾ ഉപകാരമുള്ള ഒരു കാര്യം പറഞ്ഞു തരട്ടെ. ലോട്ടറിയേക്കാൾ ഉപകാരമുള്ള ഒരു കാര്യം, ഭാഗ്യം കൊണ്ടുവരുന്ന സാധനം ഞങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഏതാണെന്നറിയോ? സൂര്യൻ ഉദിച്ചുയർന്ന് ഒരു കുണ്ടത്തിന്റെ കതിർ ഉയർന്നതിന് ശേഷം ളുഹറിന്റെ മുമ്പ് 2 റക്അത്തെങ്കിലും നിസ്കരിക്കുക. അതിന് സ്വലാത്തുൽ ളുഹ എന്നും പറയും, സ്വലാത്തുൽ ഹള് എന്നും പറയും. ഭാഗ്യത്തിന്റെ നിസ്കാരം. എന്നിട്ട് പറയാം, അള്ളാഹുവേ എന്റെ ഭാഗ്യം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് തുറന്നു തരണമെന്ന് പറഞ്ഞാൽ ഭാഗ്യം എത്തിയിരിക്കും. ഇതിന് സ്വലാത്തുൽ ളുഹ എന്ന് പറയും, സ്വലാത്തുൽ റിസ്ഖ് എന്ന് പറയും, സ്വലാത്തുൽ ഹള് എന്ന് പറയും. നിങ്ങൾ എന്റെ കൂടെ ഇല്ല, മനസ്സിലായോ പറഞ്ഞത്? 2 റക്അത്ത് നിസ്കരിക്കുക. സൂര്യൻ ഒരു കുന്തത്തിന്റെ കതിർ ഉദിച്ചുയർന്നതിന് ശേഷം, അതായത് ഇപ്പൊ 6:45 6:45 ഉദയം അല്ലേ? 6:45 ഉദയം. 6:45 മുതൽ 1 മണിക്കൂർ കൂടെ കൂട്ടിക്കോളൂ. 1/4 മണിക്കൂർ അത്ര മതി, 1/4 മണിക്കൂർ ആയാലും മതി. അപ്പോൾ ഏകദേശം ഒരു 7:30 മണി മുതൽ നിസ്കരിക്കാവുന്ന നിസ്കാരമാണ് എന്ത്? ളുഹ. ഏതുവരെ നിസ്കരിക്കാം? ളുഹറിന്റെ ബാങ്ക് കൊടുക്കുന്നവരെ. ഇതിന് ളുഹ എന്നും പേരുണ്ട്. സ്വലാത്തുൽ റിസ്ഖ്, ഭക്ഷണത്തിന്റെ നിസ്കാരം എന്ന പേരുണ്ട്. ഭക്ഷണത്തിന് വേണ്ടി ദ്വാരക്കുക. വസ്വലാത്തുൽ ഹള്, ഭാഗ്യത്തിന്റെ നിസ്കാരം എന്ന പേരുണ്ട്. ളുഹ ദായിമായ ആളുകൾക്ക് ഭാഗ്യം തടഞ്ഞു നിൽക്കുകയില്ല, ഒരിക്കലും ഇല്ല. ഒരാൾ കൃത്യമായി ളുഹ നിസ്കരിച്ചാൽ ഭാഗ്യം ഒരിക്കലും തടഞ്ഞു നിൽക്കുകയില്ല. അതുകൊണ്ട് ലോട്ടറിയെ ഒഴിവാക്കുക. അല്ലാഹു നിഷിദ്ധമാക്കിയ മൈസിറാണ് ലോട്ടറി. അല്ലാഹു നിഷിദ്ധമാക്കിയ മുതലാണെന്ന് ചിന്തിക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 2-3 കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ചെറുപ്പക്കാരെ കയറൂരി വിടരുത്. അത് നിയന്ത്രിക്കുന്നു വേണം. ചെറുപ്പക്കാർക്ക് അദബ് പഠിപ്പിക്കണം. നാവിനെ നിയന്ത്രിക്കാൻ നമ്മളും നിയന്ത്രിക്കണം. നമ്മളെ മക്കളെ നിയന്ത്രിച്ച് പഠിപ്പിക്കണം. എന്തുകൊണ്ട്? എന്ത് ചിരിച്ചാലും ഇവിടെയും മലക്കുകളുണ്ട്. റഖീബ് അതീദ് എന്ന മലക്കുകളുണ്ട്. അവസാനം സയ്യിദുനാ ഇസ്രായീൽ അലൈഹിസ്സലാം നമ്മളെ റൂഹ് പിടിക്കുന്ന നേരത്തെ റഖീബും അതീദും ഈ മനുഷ്യൻ നാവിനെ നിയന്ത്രിച്ചവനാണ് എങ്കിൽ അവന് വേണ്ടി അവന്റെ മുന്നിൽ പൊട്ടിക്കരയുമായി അത്രയും ബഹുമാനപ്പെട്ട റഖീബ് അതീദ് അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. നീ എത്ര മൂമിനായിരുന്നു, നിന്നെ വിട്ടുപിരിയാൻ ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഇനി അള്ളാഹിന്റെ കോടതിയിൽ വാ, നിനക്ക് വേണ്ടി ഞങ്ങൾ സാക്ഷിയാകുമെന്ന് ഈ മലക്കുകൾ പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതേ സമയത്ത് ഇവനൊരു നിയന്ത്രണമില്ലാത്ത ആളാണെങ്കിൽ ഇവന്റെ ചുമലിൽ നിന്ന് എണീക്കുന്ന നേരത്തെ മലക്കുകൾ പറയും, യാ ഹബീബ്, എടാ വൃത്തികേട് പറയുന്ന വൃത്തികെട്ടവനെ, യാ ഹബീബ്, എടാ വൃത്തികെട്ടവനെ, നിന്നെ ഞങ്ങൾ എത്രയാടാ ക്ഷമിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവന്റെ ചുമലിൽ നിന്ന് റഖീബ് അതീദ് നീക്കുക. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതായത് തോന്നിയത് പറയാനുള്ളതല്ല നാവ് നിയന്ത്രിക്കുക. ബാപ്പാനോട് മര്യാദക്ക് സംസാരിക്കുക, ഇല്ലെങ്കിൽ ദീനുണ്ടാവില്ല. ഉമ്മയോട് മര്യാദക്ക് സംസാരിക്കുക. പണ്ഡിതന്റെ വില കൊടുക്കുക. മുതിർന്നവർക്ക് മുതിർന്നവന്റെ വില കൊടുക്കുക. വയസ്സായവർക്ക് മാന്യമായി സംസാരിക്കുക. ഒരു മാന്യത ആരെങ്കിലും ചെയ്താൽ ആ മാന്യതയെ ബഹുമാനിക്കുക. ഒരു മാന്യത പറഞ്ഞാൽ ബഹുമാനിക്കുക. മൂത്തവരുടെ വാക്കും മുതിർന്നെല്ലിക്കയും ആദ്യം കൈക്കും പിന്നെ മധുരിക്കും എന്നാണ്. ചില കാര്യങ്ങൾ വലിയ ആളുകൾ പറഞ്ഞാൽ നമുക്ക് ആദ്യത വിഷമായി തോന്നും, പക്ഷെ പിന്നീട് മനസ്സിലാവും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നിയന്ത്രിക്കുക. പിന്നെ ഞാൻ ഗൗരവമായി നിങ്ങളോട് പറഞ്ഞ 2-ാമത്തെ കാര്യം മദ്യപാനമാണ്. മദ്യപാനം ഒരു കാരണവശാലും മദ്യം കഴിക്കരുത്. എന്തുകൊണ്ട്? കാഷ്ടവും മൂത്രവും മദ്യവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. കാഷ്ടവും നജസാണ്, മൂത്രവും നജസാണ്, കള്ളും നജസാണ്. ആര് പഠിപ്പിച്ചു? മുഹമ്മദ് മുസ്തഫ. ഒരിക്കലും അത് നിസ്സാരപ്പെടുത്താൻ പാടില്ല. മാത്രമല്ല അൽ ഖംറു ഉമ്മുൽ ഖബാഇഥ്, എല്ലാ ചീത്തയുടെയും മാതാവ് മദ്യപാനമാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെല്ലാം ഉണ്ടാക്കുന്ന ഒരു കേന്ദ്രമാണ് രാത്രിയിലെ കളി. അത് നിയന്ത്രിക്കാൻ കഴിയണം. അത് ബാപ്പയും ഞാൻ വീട് ഒരു ഹോട്ടൽ പോലെ ആക്കരുത്. മക്കൾ എത്ര കളിച്ചാലും വേണ്ടില്ല, മക്കൾക്ക് വീട് തുറന്നു കൊടുക്കുക എന്ന സമ്പ്രദായം പറ്റൂല.
നമ്മുടെ മുൻഗാമികൾ അങ്ങനെയല്ല. അവർ കൃത്യത ഉണ്ട്. ഇഷാ നിസ്കാരം കഴിഞ്ഞ് ഇഷാന്റെ ഹദ്ദാദ് റാത്തീബ് ഉണ്ടാവും മിക്കവാറും പള്ളികളിൽ. അതും കൂടെ കഴിഞ്ഞിട്ട് ഒരു സമയമുണ്ട്, പള്ളിയിൽ നിന്ന് വീട്ടിലെത്തുന്ന നേരത്തിന്റെ ഉള്ളിൽ വീട്ടിൽ വന്നിട്ടില്ലെങ്കിൽ മക്കൾക്ക് വാതിൽ തുറന്നു കൊടുക്കില്ല. ചിന്തിക്കണം. എനിക്ക് ഞാൻ അഭിമുഖീകരിച്ച ഒരു 30 കൊല്ലം മുമ്പ് ഞാൻ അഭിമുഖീകരിച്ച ഒരു സംഭവമുണ്ട്. ഒരു തറവാട്ടിലെ ഒരു മകൻ കല്യാണം കഴിച്ച്, അങ്ങനെ ഞാൻ അവസാനിപ്പിക്കാം. ഒരു തറവാട്ടിലൊരു മകൻ കല്യാണം കഴിച്ച്, അങ്ങനെ അവന്റെ ഒരു ഭാര്യ വീട്ടുകാരും ഒക്കെ വന്ന ഒരു സൽക്കാരം നടക്കുന്ന ഒരു രാത്രി ഇഷ നിസ്കരിച്ച് ബാപ്പ, കുടുംബത്തിലെ പിതാവ്, ഏട്ടന്മാര് എല്ലാരും കൂടെ പള്ളിയിൽ നിന്ന് വന്ന് കയറി. പുതിയാപ്പിളെ കാണാനില്ല. അതായത് ആ വീട്ടിലെ പുതിയാപ്പിള, അവന്റെ ഭാര്യ വീട്ടുകാരൊക്കെ വന്നവര് സൽക്കാരം, രാത്രി സൽക്കാരമുള്ള കാലത്താണോ ഒരു 30 കൊല്ലം മുമ്പുള്ളൊരു കഥ പറയാണ്. അപ്പൊ ഈ ബാപ്പ ആളെ പറഞ്ഞയച്ചു, എവിടെ പിന്നെ കുഞ്ഞുമാൻ എവിടെ എന്ന് ചോദിച്ചു. കുഞ്ഞുമാനെ അന്വേഷിക്കാൻ പള്ളി നോക്കും, പള്ളിയിലില്ല. പിന്നെ പുഴയിലുണ്ട്, പുഴയുടെ ഏരിയയിൽ അവിടെ ഉണ്ടോന്ന് അങ്ങനെ അന്വേഷിച്ച് ആരോ പോയിട്ട് ഇങ്ങനെ പുഴമാട്ടില് കുണ്ടന്മാര് ചെറുപ്പക്കാരോട് കൂടെ സൊറ പറഞ്ഞിരിക്കുന്നത് കണ്ടുമുട്ടി. അപ്പൊ നേരെ അവനെ കുറിച്ച് ബാപ്പ വിളിക്കുന്നുണ്ടായിരുന്നു. നേരെ കുഞ്ഞുമോനെ കൊണ്ടുവന്ന് വീട്ടിൽ സൽക്കാരാണ്. ബാപ്പ അങ്ങനെ ചോറ് വിളമ്പാൻ ഇങ്ങനെ കാത്തിരിക്കുന്ന നേരത്ത് ഇവനിങ്ങോട്ട് കയറി വരുമ്പോ ഒരു 1/4 മണിക്കൂർ നേരം വൈകിട്ടുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ എവിടുന്ന് കിട്ടിയ പുഴമാട്ടം ഉണ്ടായിരുന്നു എന്ന് പറയുന്നതോടുകൂടി ഇവന്റെ ഭാര്യ വീട്ടുകാര്, ഇവന്റെ ഭാര്യയുടെ അമ്മ, ബാപ്പ, അളിയന്മാരൊക്കെ ഇരിക്കുന്ന ആ മജ്‌ലിസിൽ ഒന്നങ്ങോട്ട് കൊടുത്തു. മനസ്സിലായില്ല. ഒരു 10-24 വയസ്സായ മകനെ ഒന്നായിട്ട് കൊടുത്ത് ആര് ബാപ്പ. എന്റെ പുരയിലേക്ക് നേരം വൈകിയ കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അവന്റെ ഭാര്യ വീട്ടുകാരുടെ ഞാൻ ആ മജ്‌ലിസ് കണ്ടവനാണ്. അങ്ങനത്തെ ഒരു കാലം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതായത് ആരെയും ശിക്ഷിക്കാനും മര്യാദ പഠിപ്പിക്കാനുള്ള യോഗ്യത ആ കാലഘട്ടത്തിൽ ബാപ്പമാർക്ക് ഉണ്ടായിരുന്നു. ഇന്നത് നഷ്ടപ്പെട്ടു പോയി. എന്തേ അല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇതാണ് നമ്മുടെ നാട്ടിലെ അഭിമുഖീകരണം. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം ഇതൊന്നല്ല. പ്രശ്നം ഇതാണ്. നമ്മുടെ പുതിയ തലമുറ നശിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈ കാര്യത്തിൽ നമ്മൾ ഗൗരവമായി ശ്രദ്ധിക്കണമെന്നും പിന്നെ പടച്ചവനെ പൊരുത്തല്ലാത്ത ഒരു സമ്പത്ത് നമ്മൾ വാങ്ങാൻ പാടില്ല. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗൗരവമാണ് ലോട്ടറി. അള്ളാഹു നിഷിദ്ധമാക്കിയതാണ്. അത് മൈസിറാണെന്ന് പറയാത്ത പണ്ഡിതന്മാരില്ല. മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ ഫത്വ അടക്കം എല്ലാ മഹാന്മാരും പറഞ്ഞിട്ടുള്ളത് അത് ഹറാമാണ്. അതുകൊണ്ട് അത് മുസ്ലിമിന് എടുക്കാൻ പറ്റിയ സാധനമല്ല. നമുക്ക് അള്ളാഹു നിശ്ചയിച്ച ഭാഗ്യം തീർച്ചയായും നമ്മളെ തേടി വരും. പേടി പിടിക്കുക. സൂര്യൻ ഉദിച്ചുയർന്ന് ഒരു കുണ്ടത്തിന്റെ കതിർ ഉയർന്നതിന് ശേഷം ളുഹറിന്റെ മുമ്പ് 2 റക്അത്തെങ്കിലും നിസ്കരിക്കുക. അതിനെ സ്വലാത്തുൽ ദുഹ എന്നും പറയും, സ്വലാത്തുൽ ഹള് എന്നും പറയും. ഭാഗ്യത്തിന്റെ നിസ്കാരം. എന്നിട്ട് പറയാം, അല്ലാഹുവേ എന്റെ ഭാഗ്യം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് തുറന്നു തരണം എന്ന് പറഞ്ഞാൽ ഭാഗ്യം മറ്റേരിക്കും. ഇതിന് സ്വലാത്തുൽ ദുഹ എന്ന് പറയും, സ്വലാത്തുൽ റിസ്ഖ് എന്ന് പറയും, സ്വലാത്തുൽ ഹള് എന്ന് പറയും. ദായിമായ ആളുകൾക്ക് ഭാഗ്യം തടഞ്ഞു നിൽക്കുകയില്ല, ഒരിക്കലും ഇല്ല. ഒരാൾ കൃത്യമായി ദുഹ നിസ്കരിച്ചാൽ ഭാഗ്യം ഒരിക്കലും തടഞ്ഞു നിൽക്കുകയില്ല. അതുകൊണ്ട് ലോട്ടറിയെ ഒഴിവാക്കുക. അല്ലാഹു നിഷിദ്ധമാക്കിയ മൈസിറാണ് ലോട്ടറി. അല്ലാഹു നിഷിദ്ധമാക്കിയ മുതലാണെന്ന് ചിന്തിക്കുക.